അമേരിക്കൻ നേവിക്കാരനായിരുന്ന ജാക്ക് സ്മേളും അയാളുടെ ഭാര്യയും 4 പെൺമക്കളും ഒരു നായവും അടങ്ങിയതായിരുന്നു സ്മേൾ കുടുംബം. 1973 വെള്ളപ്പൊക്കത്തിൽ ഇവരുടെ വീടിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചതിനാൽ പെൻസിൽവാനിയയിലെ 80 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ജാക്കിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ഇവർ തിരികെ വന്ന് താമസിക്കാൻ തുടങ്ങി. എന്നാൽ അത് അവരുടെ ജീവിതം തന്നെ തലകീഴായി മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നുവെന്ന് അവർക്കറിയില്ലായിരുന്നു. ആ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ആ വീടിനുള്ളിൽ വളരെ വൃത്തികെട്ടൊരു ദുർഗന്ധമായിരുന്നു ഇവർക്ക് അനുഭവപ്പെട്ടിരുന്നത്. എത്രയൊക്കെ വൃത്തിയാക്കിയിട്ടും ആ ഗന്ധം മാറുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല എവിടെ നിന്നാണ് ഈ ഗന്ധം വരുന്നതെന്നും അവർക്ക് കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെ ഇവരുടെ മൂത്ത മകൾ ഇവരോട് ഒരു വിചിത്രമായ കാര്യം പറഞ്ഞു. അതെന്തെന്നാൽ തൻ്റെ മുറിയിലിരുന്ന് ആരോ എപ്പോഴും തന്നെ നോക്കുന്നുണ്ടെന്നും അവർ അടുത്തേക്ക് വരുന്നുണ്ടെന്നും മകൾ ഇവരോട് പറഞ്ഞു. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തീരെ വിശ്വാസമില്ലാത്ത ജാക്ക് ഇതെല്ലാം മകളുടെ തോന്നലാണെന്ന് പറഞ്ഞ് പൂർണ്ണമായും അവഗണിച്ചു. എന്നാൽ ജാക്കിന്റെ ഭാര്യ ജെനറ്റ് അല്പം വിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ജെനറ്റ് തന്റെ മകളോട് പറഞ്ഞു, നീ പള്ളിയിലേക്ക് പോയി നന്നായി ഒന്ന് പ്രാർത്ഥിക്കും, അപ്പോഴിതെല്ലാം മാറിക്കോളുമെന്ന്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും വ്യത്യസ്തമായ അമാനുഷികമായ പല കാര്യങ്ങളും ആ വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നാൽ ഒരു ദിവസം ഇവർ രാവിലെ എഴുന്നേറ്റപ്പോൾ വീട്ടിലെ ടിവിയും ഫർണിച്ചറുമെല്ലാം ഇവർ വെച്ചിരുന്ന സ്ഥലത്ത് നിന്നും ആരോ വലിച്ചു നീക്കിയിട്ടിരിക്കുന്നു. മാത്രമല്ല ഒരു ദിവസം കുട്ടികൾ കിടക്കുന്ന മുറിയിൽ നിന്നും ഇവരുടെ മൂത്ത മകൾ ആരോടോ വളരെ വൃത്തികെട്ട മോശം രീതിയിൽ സംസാരിക്കുന്നത് ഇവർ കേട്ടു. ഇത് കേട്ട് വേഗം തന്നെ ഡോർ തുറന്ന് ആ മുറിയുടെ അകത്തേക്ക് കയറിയ ജാക്കും ജെനറ്റും കണ്ട കാഴ്ച ഇവരെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇവർ നോക്കുമ്പോൾ കുട്ടികളെല്ലാവരും പുതപ്പ് മൂടിക്കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. കുട്ടികളല്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ അത്രയും നേരം വളരെ മോശം രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ഇതിലൊന്നും വിശ്വാസമില്ലാതിരുന്ന ജാക്ക് മെല്ലെ മെല്ലെ ഇതെല്ലാം സീരിയസ് ആയി എടുക്കാൻ തുടങ്ങിയത്. ഈ വീട്ടിൽ എന്തൊക്കെയോ അദൃശ്യ ശക്തികളുണ്ടെന്ന് ഇവരെല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത ദിവസം ജാക്ക് പള്ളിയിൽ നിന്നും പ്രീസ്റ്റിനെ വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ വീട് മുഴുവനും പരിശോധിപ്പിച്ചു. പക്ഷേ സംശയിക്കത്തക്ക വിധം ഒന്നും കാണാത്തതിനാൽ ഈ വീട്ടിൽ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് പ്രീസ്റ്റ് മടങ്ങിപ്പോയി. എന്നാൽ വീണ്ടും ഇതുപോലുള്ള അമാനുഷികമായ പല കാര്യങ്ങളും ഈ വീട്ടിൽ പിന്നീട് സംഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റ ജാക്ക് കണ്ടത് പേടിപ്പെടുത്തുന്ന രൂപമുള്ള ഒരു വ്യക്തി തൻ്റെ ഭാര്യയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇത് കണ്ട ജാക്ക് ചാടി എഴുന്നേറ്റ് ലൈറ്റിട്ട് നോക്കിയപ്പോൾ ആ മുറിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തൻ്റെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാവാതെ ജാക്ക് നിസ്സഹായനായി നിന്നു. ചർച്ചിലും മറ്റും പോയിട്ടും ഒരു പരിഹാരവും കാണാൻ കഴിയാത്തതിനാൽ ജാക്ക് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇതുവരെ താനും തൻ്റെ കുടുംബവും അനുഭവിച്ച അമാനുഷികമായ എല്ലാ കാര്യങ്ങളും പുറം ലോകത്തെ അറിയിച്ചു. ഒപ്പം തന്നെ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന അഭ്യർത്ഥനയും ജാക്ക് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ഒരു ന്യൂസ് വളരെ വേഗത്തിൽ തന്നെ സ്പ്രെഡായി. ഈ ഒരു വാർത്ത വൈറലായതോടെ അന്നത്തെ കാലത്ത് പാരനോർമൽ ആക്ടിവിറ്റീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്ന എഡും ലോറയും ഈ വാർത്ത കാണാനിടയായി. അങ്ങനെ എഡും ലോറയും ജാക്കിന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ അവർ ആ വീട്ടിൽ റിലീജിയസ് ആയ പല പാട്ടുകളും ട്യൂണുകളും പ്ലേ ചെയ്തപ്പോൾ അവിടെ സംഭവിക്കുന്ന അമാനുഷികമായ പല കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാത്രമല്ല ആ വീടിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഇവർ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ എഡും ലോറയും ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണെന്ന് കണ്ടെത്തി. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് ഇവർ ഇപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് മറ്റൊരു കുടുംബം വീട് വെച്ച് താമസിച്ചിരുന്നു. ഒരമ്മയും അവരുടെ മകനും മകന്റെ മകളുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ 3 പേരും വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടു. ഈ 3 പേരെയും ഇത്രയും മൃഗീയമായി കൊന്നതാരാണെന്നാൽ പണ്ട് മുതലേ അവിടെ ഉണ്ടായിരുന്ന വളരെ പവർഫുള്ളായ ഒരു പ്രേതാത്മാവാണ്. സോ ഇപ്പോൾ ഈ വീട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അമാനുഷികമായ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് ഈ 4 ആത്മാക്കൾ ചേർന്നാണെന്ന കൺക്ലൂഷനിലേക്കാണ്
എഡും ലോറയും എത്തിച്ചേർന്നത്. ഇതോടുകൂടി സ്മേൾ കുടുംബത്തിന് സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ വിലയ്ക്ക് വീടും സ്ഥലവും വിറ്റ് ജാക്കും ഫാമിലിയും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. എന്നാൽ പ്രശ്നം അതുകൊണ്ടും തീർന്നില്ല. ഇവർ താമസം മാറിയ ഈ പുതിയ വീട്ടിലും പഴയതുപോലെ അമാനുഷികമായ പല കാര്യങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അവസാനം എഡിന്റെയും ലോറയുടെയും നിർദ്ദേശപ്രകാരമുള്ള എക്സോസിസ്റ്റുകളെ വിളിച്ചു വരുത്തി ഒരു വിധത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ജാക്കും ഫാമിലിയും പരിഹരിച്ചത്.